ഹലോ ഫ്രണ്ട്സ്, എഗെയിൻസ് വെൽക്കം ടു അപ്പൂസ് വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ്. അങ്ങനെ വലിയ പൈസ ചിലവൊന്നുമില്ലാതെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ ടൂത്ത് പേസ്റ്റ്, ഇതുപോലെ ഒരു കോൾഗേറ്റ് എടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ ടോയ്ലറ്റിൽ ഇങ്ങനെ കുറച്ച് എമൗണ്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. വളരെ കുറച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ ക്ലോസറ്റിൻ്റെ അകത്തും പിന്നെ രണ്ട് ഇതായിട്ട് ഇവിടെയും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത് പോലെ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ നമുക്കിത് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാത്റൂം എത്ര ക്ലീൻ ചെയ്താലും ചിലപ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറാനും പിന്നെ എന്ന് വെച്ചാൽ അണുക്കളൊക്കെ നശിച്ചിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൾഗേറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂം ഈ വൈറ്റ് ആയിട്ടുള്ള ഈ ബാത്റൂം എപ്പോഴും ആ വൈറ്റിൽ തന്നെ നിൽക്കാനും ചാൻസ് ഉണ്ട്. കറയും കാര്യങ്ങളും വെള്ളത്തിൻ്റെ കറ ആയിക്കാലും അല്ലെങ്കിൽ എന്ത് കഴിഞ്ഞാലും അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ ഓരോ തവണ ഫ്ലഷ് ചെയ്യുമ്പോഴും നമ്മുടെ ബാത്റൂം നമുക്ക് ഡെയിലി കഴുകുകയൊന്നും വേണ്ട. നമുക്ക് എപ്പോഴും ആ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൂടി പറഞ്ഞുതരാം. ഇതുപോലെ നമ്മുടെ ഒഴിഞ്ഞ ഒരു കോൾഗേറ്റിൻ്റെ കവർ എടുക്കുക. ഏത് ടൂത്ത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കാണുന്ന തരത്തിൽ ആവുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെറിയ ഒരു കീറിട്ട് കൊടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി അതിൻ്റെ സെൻട്രലായിട്ടുള്ള ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒരു നാട ഉപയോഗിച്ചിട്ട് കെട്ടിക്കൊടുക്കാം. ഞാനിത് ചെറിയൊരു വയർ പീസ് പോലത്തെ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. എന്തായാലും മന്ത്ലി നമ്മുടെ വീട്ടിൽ 2-3 കോൾഗേറ്റിൻ്റെ കവറൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ നമ്മുടെ അടുത്ത്. അപ്പോൾ കഴിയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാത്റൂം എപ്പോഴും ക്ലീന് പിന്നെ എന്താ പറയുക നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണിത്. അങ്ങനെ നമുക്ക് എപ്പോഴും ബാത്റൂം ക്ലീൻ ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളെ ബാത്റൂം എപ്പോഴും ആ ഒരു ഫ്രഷ് ആയിട്ട് നിന്നോളും. പിന്നെയെന്ന് വെച്ചാൽ മുഷിയത്തൊന്നുമില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കാണുന്ന കൂട്ടത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ എന്നിട്ട് നമ്മുടെ ഫ്ലഷ് ടാങ്കിൻ്റെ ഈ അടപ്പൊന്ന് ഊരിയതിന് ശേഷം നമുക്ക് ഇവിടെയുള്ള ഈ ചെറിയ ഭാഗത്തോട്ട് ഇങ്ങനെ വെള്ളത്തിൽ ആവുന്ന തരത്തിലിട്ടിട്ട് ഈ ഒരു കയറ് നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൻ്റെ ആ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് റൗണ്ട് ചെയ്തിട്ട് അവിടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഓരോ ഫ്ലഷ് ബാത്റൂം പോയിട്ട് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ആ ഒരു കോൾഗേറ്റിൻ്റെ ഒരു അംശം നമ്മുടെ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ എപ്പോഴും ക്ലീൻ ആയിരിക്കും. നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അത് ഇപ്പോൾ നമുക്ക് ഒരു വീക്ക്ലി നമുക്കതൊന്ന് ചേഞ്ച് കൊടുത്താൽ മാത്രം മതിയാവും. കണ്ടോ, ഓരോ ക്ലീനിങ്ങിലും നമുക്ക് ഇതുപോലെ നല്ല ക്ലീനായിട്ട് കിട്ടുന്നതായിരിക്കും. എപ്പോഴും നമ്മുടെ ബാത്റൂം പുതിയതുപോലെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കച്ചറയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ എപ്പോഴും ഫ്രഷ്നെസ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ നമ്മുടെ ബാത്റൂമിൽ നമുക്ക് ഓരോ തവണ കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യും. നമ്മൾ എന്തായാലും ബാത്റൂം ക്ലീൻ ചെയ്യും എല്ലാവരും. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്കൊരു നല്ല സ്മെല്ല് കിട്ടും. ബാക്കി എല്ലാ സമയത്തും ചില സമയത്തൊക്കെ നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ബാത്റൂമിൽ പോയിട്ട് വെള്ളമൊക്കെ ഒഴിക്കാതെ വരുന്ന സമയത്തൊക്കെ നമുക്കൊരു ബാഡ് സ്മെല്ലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. ഞാൻ ഇതുപോലെ ചെറിയൊരു ഡബ്ബയിൽ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. അടപ്പുള്ള പാത്രമായിരിക്കണം. ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലിങ്ങനെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ എടുത്തിട്ട് നമ്മൾ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് അതിലോട്ട് നമ്മളൊരു കംഫേർട്ട് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ബാത്റൂം എപ്പോഴും നല്ല ഒരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ചാൽ വെറും കംഫേർട്ട് മാത്രം ഒഴിക്കുമ്പോൾ അങ്ങനെ നിൽക്കില്ല. ഈ കല്ലുപ്പിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ല എപ്പോഴും ആ ഒരു സ്മെല്ലുണ്ടാവും. പിന്നെ ഈ ക്യാപ്പിൽ നമ്മളിതാ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. കത്തി ചെറിയ ഒരു ചൂടാക്കിയിട്ട് ഇതുപോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോൾസിലൂടെ വേണം നമ്മുടെ ഈ കല്ലുപ്പിലും കംഫേർട്ടിലുള്ള ആ എയർ നല്ലൊരു ഫ്രഷ്നറായിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒഡോണിലൊക്കെ പലർക്കും അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടായിക ഉണ്ടാവില്ല. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ചെറിയ പൈസക്ക് ഒരു കാര്യം ചെയ്യാം.
ഈ ഒരു സാഷേ പാക്കറ്റിനാകെ 4 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 2 ആഴ്ച വരെയൊക്കെ ഇതിൻ്റെ സ്മെല്ല് പോവാതെ നമുക്ക് ബാത്റൂമിൽ കയറുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും. നമ്മൾ ബാത്റൂമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒന്നെങ്കിൽ കയറി വരുന്ന ഭാഗത്തോ അല്ലെങ്കിൽ ഏത് ഭാഗത്ത് വെച്ച് കൊടുത്താലും ഇതിൻ്റെ സ്മെല്ല് എല്ലായിടത്തും എത്തുന്നതായിരിക്കും. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് വരും. അതുവരേക്കും ബൈ.